28/6/2025 കൊച്ചുപള്ളിയിലെ തിരുനാളിന്റെ തലേ ദിവസം. എൻ്റെ വൈഫിന്റെ വീട് പള്ളിയുടെ അടുത്തായതുകൊണ്ട് വൈകുന്നേരമാണ് ഞങ്ങൾ പോയത്. വിശേഷ ദിവസം ആയതുകൊണ്ട് തന്നെ പള്ളിയൊക്കെ അത്യാവശ്യം ലൈറ്റൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പള്ളിയുടെ ആർട്ട് വർക്കൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ചെറിയൊരു പള്ളിയാണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് പള്ളിയും പരിസരമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. വിശുദ്ധ പത്രോസ്ലീഹയാണ് ഈ പള്ളിയിലെ മധ്യസ്ഥൻ. പുറത്തെ കാഴ്ചകളെക്കാളും പള്ളിയുടെ ഉൾവശം കാണാനാണ് കൂടുതൽ രസം. അതിമനോഹരമായിട്ടാണ് പള്ളിയുടെ ഇന്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ദേവാലയത്തിന് 100 വർഷത്തിൽ കൂടുതലുള്ള ചരിത്രമുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പള്ളി പുതുക്കി പണിഞ്ഞത്. എന്തായാലും ഈ പള്ളി ഇത്ര മനോഹരമായി ഡിസൈൻ ചെയ്ത ആർട്ടിസ്റ്റ് പ്രശംസ അർഹിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കണ്ടിരുന്നെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാമായിരുന്നു. എന്റെ ഭാര്യ ഈ ഇടവകക്കാരിയായിരുന്നു കേട്ടോ. പള്ളിയുടെ പുറത്ത് കുറച്ച് തമിഴൻ ചേട്ടന്മാര് സ്വീറ്റ്സും പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന കണ്ടു. സ്വീറ്റ്സ് ഒക്കെ പണ്ടേ ഇഷ്ടമുള്ള ഞാൻ കുറച്ച് ലഡുവും ഒരു കവർ പോപ്കോണും മേടിച്ചു. അവളുടെ ആഗ്രഹപ്രകാരം തിരിച്ചു പോകുന്നതിന് മുമ്പേ സെയിന്റ് പീറ്ററിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നമ്മൾ കാണാൻ പോയി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് പ്രദക്ഷിണം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. തിരിച്ചു പോരുന്ന വഴിക്കാണ് നല്ല മഴ പെയ്തത്. മഴയത്ത് നനഞ്ഞു കുതിർന്ന നമ്മൾ അടുത്ത കണ്ട ഒരു കുരിശടിയിൽ കയറി ഒതുങ്ങി നിന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ അവളുടെ വീട്ടുകാർക്ക് കാണാൻ പ്രൊജക്ടറിൽ ARM സിനിമ ഇട്ടുകൊടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. തിരിച്ചു വന്നപ്പോഴും അതവിടെ ഓടുന്നുണ്ടായിരുന്നു. ഈ സമയം ചിത്തു അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ചപ്പാത്തിയും ദോശയും ബീഫും ഒക്കെ ആയിരുന്നു രാത്രിത്തെ ഭക്ഷണം. ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം എല്ലാവരും ആസ്വദിച്ചിരുന്ന് സിനിമയും കാണുന്നുണ്ടായിരുന്നു. ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കസേരയുടെ പിറകിൽ വന്നിരുന്നാണ് ചിത്തു സിനിമ കണ്ടത്. ഭക്ഷണത്തിന് ശേഷം മധുരം കഴിക്കാനും മറന്നില്ല. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. മറ്റൊരു അവസരത്തിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.